കൊല്ലവർഷം 1875. തിരുവിതാംകൂർ ദേശത്തിൽ പെരിയാറിൻ തീരത്ത് വിവിധ വൃക്ഷങ്ങളാലും ചെടികളാലും മനോഹരമായൊരു ഗ്രാമമായിരുന്നു ഇത്. ശാന്തമായി ഒഴുകിയിരുന്ന പെരിയാറിന്റെ തീരത്തായിരുന്നു ഗ്രാമവാസികളുടെ ആത്മീയ വിശ്വാസത്തിന്റെ കേന്ദ്രമായ ഒരു ചെറിയ പള്ളി നിലകൊണ്ടിരുന്നത്. ഓലമേഞ്ഞ ചാണകം മെഴുകിയ ചെറിയ പള്ളിയിൽ എല്ലാ ഞായറാഴ്ചകളിലും ഗ്രാമവാസികൾ ഒരുമിച്ച് കൂടുമായിരുന്നു. പള്ളിയിലെ ദിവ്യബലിക്കും പ്രാർത്ഥനകൾക്കുമായി വരാപ്പുഴ മൗണ്ട് ബസിലിക്കയിൽ നിന്നുള്ള മിഷനറിമാർ വഞ്ചിമാർഗം മുടങ്ങാതെ എത്തിക്കൊണ്ടിരുന്നു. കുളിച്ചു താമസിക്കാൻ പല ദേശത്തു നിന്നും ആളുകൾ, പ്രത്യേകമായി വിദേശികൾ തിരഞ്ഞെടുത്ത പ്രിയപ്പെട്ട സ്ഥലമായിരുന്നു പള്ളിയും മണപ്പുറവും. കാലക്രമേണ ഗ്രാമവാസികളുടെ ആവശ്യപ്രകാരം അതേ സ്ഥലത്ത് തന്നെ വൈദികരുടെ നേതൃത്വത്തിൽ പുതിയൊരു പള്ളി പണിതുയർത്തപ്പെട്ടു. തോട്ടക്കാട്ടുകരയിൽ വിശുദ്ധന്നയുടെ നാമത്തിൽ ദേവാലയം സ്ഥാപിക്കുന്നതിന് മുൻകൈയെടുത്തത് അഭിവന്യ മെത്രാപ്പോലീത്ത ലെയോനാർഡ് മെല്ലാനോ ആയിരുന്നു. ആലുവ ഗ്രാമം രണ്ട് കരയായിരുന്നെങ്കിലും തിരുവിതാംകൂർ ഭരണം മാർത്താണ്ഡവർമ്മ പാലത്തിലൂടെ അതിനെ ഒന്നിപ്പിച്ചു കൊണ്ടുവന്നതോടെ തോട്ടയ്ക്കാട്ടുകര ദേശം നിലവിൽ വന്നു. പെരിയാറിന് അഭിമുഖമായി നിലകൊണ്ടിരുന്ന പള്ളി ശാന്തതയും പ്രാർത്ഥനയും ചേർന്നുണ്ടാക്കിയതും ആത്മീയതയുടെ നിറവുള്ള അന്തരീക്ഷം നൽകുന്നതുമായിരുന്നു. 1940 അതികഠിനമായ കാലവർഷത്തെ തുടർന്ന് വെള്ളപ്പൊക്കം നേരിടേണ്ടി വന്നപ്പോൾ പള്ളിക്ക് പലവിധ ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വന്നു. ഓരോ വർഷവും ആവർത്തിച്ച വെള്ളപ്പൊക്കത്തെ തുടർന്ന് 1952 UC കോളേജിന് സമീപം കുറച്ച് ഉയരമുള്ള സ്ഥലത്ത് നിത്യസഹായ മാതാവിന്റെ നാമധേയത്തിൽ ഒരു പള്ളിയും അതിനോട് ചേർന്ന് പള്ളി സെമിത്തേരിയും നിർമ്മിച്ചു. വർഷങ്ങൾക്ക് ശേഷം കാലപ്പഴക്കം മൂലം പഴയ പള്ളി ഇടവകക്കാർ ചേർന്ന് പുതുതായി പണിയാൻ തീരുമാനിച്ചു. അതിനായി ആ സമയത്തെ വികാരി നേതൃത്വം നൽകി. 1982 ഡിസംബർ മാസം 1-ാം തീയതി പള്ളിയുടെ ഉദ്ഘാടനവും നിർവഹിച്ചു. പെരിയാറിന് അഭിമുഖമായി പണിത പള്ളി പിന്നീട് ദേശീയ പാതയെ മുഖാമുഖം നോക്കി കപ്പൽ മാതൃകയിൽ പുനർനിർമ്മിക്കപ്പെട്ടപ്പോൾ അത് പഴയ കാഴ്ചകളെ മറക്കാതെ പുതുമയോടെ നിലകൊണ്ടു. പള്ളിയുടെ ഭാഗമായി മണപ്പുറം റോഡിൽ സെന്റ് ആന്റണീസ് കപ്പേള പണിതു. പിന്നീട് പാരിഷ് ഹാളും ഉണ്ടായി. കാലക്രമേണ ഇടവകക്കാരും അതിരൂപതയും ചേർന്ന് പള്ളി വികസിപ്പിക്കുകയും ചെയ്തു. 2018 വെള്ളപ്പൊക്കം പുതിയ പള്ളിക്ക് നേരിടേണ്ടി വന്നെങ്കിലും ഇടവകക്കാർ അതിനോടൊപ്പം ചേർന്ന് അതിജീവിച്ചു, പിന്തുണച്ചു. ഇന്ന് തോട്ടയ്ക്കാട്ടുകര സെന്റ് ആൻസ് ദേവാലയം തന്റെ 150ാമത് വാർഷികത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ 150 വർഷങ്ങൾ പിന്നിട്ടത് മാനുഷിക ശക്തിയാലല്ല, ദൈവിക കരുണയാലാണ് എന്ന ബോധത്തിൽ പുതിയ കാലത്തേക്കുള്ള വിശ്വാസത്തിന്റെ വിളക്കായി തോട്ടയ്ക്കാട്ടുകര സെന്റ് ആൻസ് പള്ളി അഗാധമായ സ്നേഹത്തോടും പ്രത്യാശയോടും കൂടി മുന്നേറുന്നു.